മഹാഭാരതം കഥാരൂപത്തിൽ ഭാഗം 18. പെട്ടെന്ന് ആ സദസ്സിലേക്ക് ഒരു യുവാവ് കടന്നുവന്നു ചോദിച്ചു. പരീക്ഷിക്കാതെ എങ്ങനെയാണ് അത് നിശ്ചയിക്കുന്നത്? ഇവനുള്ളതിൽ ഒരു ഗുണം മാത്രമേ എനിക്ക് കുറവുള്ളൂ. അത് ഞാൻ അങ്ങയുടെ ദ്രോണാചാര്യരുടെ ശിഷ്യനല്ലെന്നതാണ്. ഇത്രയും പറഞ്ഞു കർണൻ ആകാശത്തേക്ക് ഒരു അമ്പു എയ്തു. ഒരു മാല സൃഷ്ടിച്ചു, ധൃതരാഷ്ട്രരുടെ കഴുത്തിൽ അണിയിച്ചു. അതിനുശേഷം പരസ്യമായി അർജുനനെ വെല്ലുവിളിച്ചു. അപ്പോൾ കൃപാചാര്യർ കർണനോട് പറഞ്ഞു, ആദ്യം നീ ഈ വെല്ലുവിളിക്കുന്ന അർജുനൻ ആരാണെന്ന് മനസ്സിലാക്കിക്കോളൂ. പാണ്ഡുവിന്റെയും കുന്തിയുടെയും പുത്രൻ, ദ്രോണാചാര്യരുടെ ശിഷ്യൻ, മഹാരാജാവ് ധൃതരാഷ്ട്രരുടെ അനുജന്റെ മകൻ. ഇനി നീ ആരാണെന്ന് പറ. ഏതു കുലത്തിൽ ജനിച്ചു? ആരുടെ മകനാണ് നീ? കർണൻ ഒന്നും പറയാൻ കഴിയാതെ തലകുനിച്ചു നിന്നതേയുള്ളൂ. അപ്പോൾ കർണന്റെ കവചകുണ്ഡലങ്ങളും സൂര്യതേജസ്സും കണ്ടു. കുന്തി കർണനെ തിരിച്ചറിഞ്ഞു. കുന്തിക്ക് അത് വിശ്വസിക്കാനായില്ല. അവർ മോഹാലസ്യപ്പെട്ടു വീണു. കൃപാചാര്യർ ചോദ്യം ആവർത്തിച്ചു. കർണൻ വില്ലുയർത്തിപ്പിടിച്ചു പറഞ്ഞു, ഈ അമ്പും വില്ലുമാണ് എന്റെ വ്യക്തിത്വം. കൃപാചാര്യർ, അതുകൊണ്ട് കാര്യമില്ല. ഒരു രാജകുമാരനെ വെല്ലുവിളിക്കാൻ മറ്റൊരു രാജകുമാരനെ കഴിയൂ. അതുകൊണ്ട് ഒന്നുകിൽ നീ മടങ്ങിപ്പോകുക, അല്ലെങ്കിൽ നീ ആരാണെന്ന് പറയുക. പെട്ടെന്ന് ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. കർണനെ സഹായിക്കാൻ എത്തി. ദുര്യോധനൻ, കർണൻ മഹാവീരനായ ഒരു യോദ്ധാവ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് കർണന്റെ വെല്ലുവിളി അർജുനൻ സ്വീകരിക്കണം. അതിനു തടസ്സം കർണൻ ഒരു രാജകുമാരൻ അല്ല എന്നതാണെങ്കിൽ, ഞാൻ എന്റെ അധികാരം വെച്ച് ഇപ്പോൾ ഈ നിമിഷം കർണനെ അംഗരാജ്യത്തിന്റെ രാജാവാക്കുന്നു. കർണൻ, അങ്ങയുടെ ഈ വലിയ മനസ്സിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എന്റെ ജീവിതം തന്നെ ഇനി അങ്ങേക്ക് ഉള്ളതാണ്. എന്റെ മരണവും അങ്ങേക്ക് വേണ്ടിയായിരിക്കും. ദുര്യോധനൻ കർണന്റെ അടുത്തെത്തി കർണനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് കിരീടധാരണം നടത്തി കർണനെ അംഗരാജ്യത്തിന്റെ അധിപനാക്കി. കർണൻ, ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് അർജുനനെ വെല്ലുവിളിക്കാനുള്ള അധികാരം ഇല്ലേ? കൃപാചാര്യർ, യുദ്ധം യുദ്ധഭൂമിയിലാണ്. ഇവിടെ മത്സരമാണ്. അതുകൊണ്ട് നീ അർജുനനോട് മത്സരിക്കാൻ അഭ്യർത്ഥിക്കുക. ഇവൻ, ഈ അർജുനൻ എന്റെ മുൻപിൽ വന്നുപെട്ടാൽ നിങ്ങളുടെ വാക്കുകൾക്കും ആവില്ല ഇവനെ രക്ഷിക്കാൻ. കർണൻ അർജുനനെ യുദ്ധത്തിന് വിളിക്കാൻ തുടങ്ങുമ്പോൾ അതിരഥൻ അവിടെയെത്തി. അതിരഥന്റെ പുത്രനാണ് കർണൻ എന്ന് തിരിച്ചറിഞ്ഞതും ഭീമൻ സൂതപുത്രനാണ് എന്ന് പറഞ്ഞു കർണനെ കളിയാക്കാൻ തുടങ്ങി. ഇത് ദുര്യോധനൻ സഹിക്കാൻ കഴിഞ്ഞില്ല. ദുര്യോധനൻ ഒരു നദി എവിടെ നിന്നും ഉദ്ഭവിച്ചു എന്ന് നോക്കിയിട്ടല്ല അതിന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. അതുപോലെ യുദ്ധഭൂമിയിലെ പ്രകടനം കണ്ടാണ് ഒരാൾ ധീരനാണോ അല്ലേ എന്ന് പറയേണ്ടത്, അല്ലാതെ ആരുടെ മകനാണെന്ന് നോക്കിയല്ല. ഇനി അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ 5 പേരുടെയും ജന്മത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ 5 പേരെയും വെല്ലുവിളിക്കുന്നു. ദ്രോണാചാര്യരുടെ മനസ്സിൽ തന്നെ അപമാനിച്ച ദ്രുപദനോടുള്ള പക വർഷങ്ങളായി കിടന്നു നീറുകയായിരുന്നു. തന്റെ മകൻ പാൽ നൽകാനായി ഒരു പശുവിനെ മാത്രമായിരുന്നു ദ്രോണാചാര്യർ ദ്രുപദനോട് ചോദിക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ദ്രുപദൻ തന്നെ സുഹൃത്തായി കൂടി കാണുന്നില്ല. മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ, വൈരാഗ്യം ഉള്ള മനസ്സിന്റെ മറ്റൊരു ഉടം. ആ കഥകൾ അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.